അജിത്തിന് ഫാൻസ് കുറവാണെന്ന് പറഞ്ഞവർക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇതിന്റെ അകത്തൊന്ന് വന്ന് നോക്കിയാൽ മതി. யூடியூப்ல கண்டிட்டொன்னும் இல்ல லைக் மஸ்ட் எக்ஸ்பீரியன்ஸ் ஆன both for money. எந்த ஒரு ஆக்ட்ரஸும் தன்னோட ஃபேன்ஸை சொந்த யூஸுக்கான யூஸ் செய்யாருல்ல, பட் தலை மட்டும்தான் நீங்க உங்களோட வழியை பாருங்க, நான் என்னோட வழி பாக்குறேன்னு ഫുള്ള് ഇപ്പൊ റേസിംഗില്ല. ഇന്ത്യ എല്ലാ പാട്ടുകൾക്കും ഷർട്ടൊക്കെ അടിച്ച ആഘോഷമാണ്. ഒന്നും പറഞ്ഞറിയിക്കാറില്ല, ആഘോഷം അവിടെ കാണാണ്. ഇത് വേദാള് ഇറങ്ങിയ പഠിച്ചായിരുന്നു. കാര്യം ഒരു റോൾ മോഡൽ മനുഷ്യനാണ്, ഇങ്ങനത്തെ ഒരു സാധനത്തിനെ കിട്ടൂല. ഇതിപ്പം റീ റിലീസുകളുടെ കാലമാണ്. നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് റീ റിലീസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമകൾക്കെല്ലാം ഇവിടെ വലിയ ഒരു തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ലാലേട്ടൻ്റെ അത്തരം അടിച്ചുപൊളി പടങ്ങൾക്കാണ് ഇത്രയും വലിയൊരു സ്വീകാര്യത നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത്. മമ്മൂക്കയുടെ സിനിമകൾക്ക് എന്തോ അത് തിരഞ്ഞെടുക്കുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ മൂലമാണെന്ന് തോന്നുന്നു. അത്രത്തോളം സ്വീകാര്യത കിട്ടാറില്ല, അത്രയും വലിയൊരു വിജയമാവാറില്ല പഴയ സിനിമകൾ വീണ്ടും ഇവിടെ ഇറക്കുന്ന സമയത്ത്. പക്ഷേ ലാലേട്ടൻ്റെ സിനിമകൾ അത്രയും അടിച്ചുപൊളി സിനിമകൾ ഇവിടെ ഇറക്കുമ്പം ഫാൻസിന് വേണ്ടി മാത്രം ഇറക്കുന്ന സിനിമകളാണ് നമുക്ക് തോന്നുമ്പോൾ. കാരണം അത്രയും വലിയൊരു ടേൺ ഓവർ അത്രയും സിനിമകൾക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കാറുണ്ട്. ഇവിടെ ഇന്ന് വലിയൊരു ചരിത്രമാണ് കുറിക്കുന്നത്. കാരണം ഒരു അന്യഭാഷാ സിനിമ ഇവിടെ ഇന്ന് വന്ന് ഫാൻസിന് വേണ്ടി മാത്രം ഇറക്കി വലിയൊരു ടേൺ ഓവർ, അല്ലെങ്കിൽ ഫാൻസിനെ അത്രയും ത്രസിപ്പിക്കുന്ന രീതിയിലാണ് ആ സിനിമ ഇന്നിവിടെ സ്ക്രീൻ ചെയ്തിരിക്കുന്നത്. കണ്ടിറങ്ങുന്നവരെല്ലാവരും തല അജിത്ത് എന്നൊരൊറ്റ പേരാണ് പറയുന്നത്. മങ്കാത്ത എന്ന സിനിമയെക്കുറിച്ചാണ് ഇവർക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ളത്. എല്ലാവർക്കും 100 നാവാണ് ഈ സിനിമയെ പറ്റി സംസാരിക്കാനായിട്ട്. ഇതൊരു മസ്റ്റ് വാച്ച് ആണെന്നും സിനിമ ഇറങ്ങി 15 വർഷത്തിന് ശേഷവും ഇത് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം എന്നൊക്കെയാണ് പ്രേക്ഷകർ നമ്മളോട് പറയുന്നത്. പ്രേക്ഷക പ്രതികരണം അതിഗംഭീരമാണ്, നമുക്ക് കണ്ടറിയാം. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? ആദ്യത്തെ എവിടെ ഇരുന്നത്? സൂപ്പർ. വേറെ മാറി എങ്ങനെ ഉണ്ടായിരുന്നു? അന്ന് പണ്ട് കാണാൻ പറ്റിരുന്നോ? ഇല്ല, പണ്ട് കണ്ടില്ല. ആദ്യമായിട്ട് തിയേറ്ററിൽ കാണാം. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തം ഇപ്പൊ കണ്ടിട്ട്? പിന്നെ അടിപൊളി, എപ്പോ കണ്ടാലും അടിപൊളി തന്നെ. ഫാൻസിന് വേണ്ടി പക്ക. പിന്നെ അറിയാലോ പടം എങ്ങനെയാണെന്ന് അറിയാലോ. ബ്രോ പടം എവിടെ ഇരുന്ന്? അജിത്ത് എവിടെ ഇരുന്ന്? ഒന്നും പറയാലോ. എങ്ങനെയുണ്ട്? ഫാൻസിന് വേണ്ടിയാ തുള്ളി മരിച്ചു പടം കണ്ടിരുന്നോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഫാൻസ് ഒക്കെ കയറി ആറാട് വരുന്നുണ്ട്. ഡോക്ടർ ആനന്ദ്രാജ്, എടപ്പള്ളിയിലെ വൂണ്ട് ക്ലിനിക്കിലെ ഡോക്ടറാണ്. വൺ കം ബാക്ക് അജിത് കുമാറിന്റെ എന്റെ ഫേവറേറ്റ് മൂവിയാണ് പുള്ളിയുടെ. എല്ലാ പാട്ടുകൾക്കും ഷർട്ടൊക്കെ അടിച്ച ആഘോഷമാണ്. ഒന്നും പറഞ്ഞറിയിക്കാറില്ല, ആഘോഷം അവിടെ കാണാണ്. നിർബന്ധമായിട്ട് എല്ലാവരും വന്ന് കാണുക, അത്ര മാത്രമേ പറയാനുള്ളൂ. എങ്ങനെ ഫാൻസിന് വേണ്ടി ഒരു പക്ക ട്രീറ്റ്? അവരൊക്കെ ഫാൻസാണ്, പക്ഷെ ഫാൻസ് അല്ലാത്തവരും വന്നിട്ടുണ്ട്. പക്ഷെ വമ്പൻ റീ റിലീസാണ്. ഇനി തെറി കൂടി വരാനുണ്ട്. തെറി പടം അടിപൊളിയായിട്ട് ഉണ്ടാകും. അടിപൊളി പടം. എത്ര ദിവസം കണ്ടാലും ചലിക്കില്ല, അങ്ങനത്തെ ഒരു പടമാണ് മങ്കാത്ത പടം. തമിഴ്നാട്ടിലെ ഒരു സെലിബ്രേഷൻ. അജിത്തിന് ഫാൻസ് കുറവാണെന്ന് പറഞ്ഞവർക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇതിന്റെ അകത്തൊന്ന് വന്ന് നോക്കിയാൽ മതി. രാത്രി 12 മണി ഷോക്ക് പേര്, ഒറ്റ പേര്, one and only king maker. ഒരു റീൽസ് കണ്ടതല്ല, പുതിയ സിനിമ കാണണമെന്ന് അത്ര ഫീൽ ഉണ്ട്, സന്തോഷമുണ്ട്. ഫാൻസിനോട് കണ്ടപ്പോഴത്തേന് എങ്ങനെ ഉണ്ടായിരുന്നു? യൂട്യൂബില് കണ്ടിട്ടൊന്നും ഇല്ല, ലൈക്ക് മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. both for money. ഇത് വേദാള് ഇറങ്ങിയ പഠിച്ചായിരുന്നു. കാര്യം ഒരു റോൾ മോഡൽ മനുഷ്യനാണ്, ഇങ്ങനത്തെ ഒരു സാധനത്തിനെ കിട്ടൂല. എന്താ ഇത്രയും ഒരു ആരാധന പുള്ളിയോട്? ആരാധന ആസ് എ ഹ്യൂമൻ ബീങ് ഈസ്
വലിയൊരു മനുഷ്യനാണ്. നമുക്ക് എന്താ പറയാ, നമ്മ പല ടൈപ്പ് ആൾക്കാരാണ്. ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞുണ്ടല്ലോ, പുള്ളിനെ കഴിഞ്ഞിട്ടുള്ളൂ. പുള്ളിനെ ഒന്ന് നേരിട്ട് കണ്ട് ആ മനുഷ്യനെ ആ തിയേറ്ററിൽ അത്രയും വലിയൊരു സ്പേസിൽ കാണാൻ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഇപ്പൊ ഈ കൂടെ നിൽക്കണ എല്ലാവർക്കും പറഞ്ഞ അപ്പൊ അങ്ങനെ മനസ്സിലാവുള്ളൂ. അതിന് മാത്രം ഒരു ഫീലാണ് നമുക്ക് അതിനകത്ത് നമുക്ക് തന്നെ. അജിത്ത് ആസ് ആൻ ആക്ടർ ആണോ ആസ് ആൻ ഹ്യൂമൻ ബീങ് ആണോ കൂടുതൽ? ഹ്യൂമൻ ബീങ് അത്രയും ഡൗൺ ടു എർത്ത് ഒരു പേഴ്സണെ നമുക്ക് കിട്ടില്ല. எந்த ஒரு ஆக்ட்ரஸும் தன்னோட ஃபேன்ஸை சொந்த யூஸுக்கான யூஸ் செய்யாருல்ல. பட் தலை மட்டும்தான் நீங்க உங்களோட வழியை பாருங்க, நான் என்னோட வழி பாக்குறேன்னு புள்ள பேர் ரேசிங்ல இந்தியா இந்த லெவல் புள்ள வேற லெவலான ரசி இல்ல. அங்கனே தலை அதுக்கு வேண்டியதான் தலைக்கு வேண்டி மட்டும்தான்.